അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ സാറട അവളാണെങ്കിൽ അവൾക്ക് കിട്ടിയ ആ ചുനിയൻ കോട്ട് നോക്കുകയാണ്. ഉടനെ സാക്കുറ ആ കോട്ട് എടുത്ത് അഭിമാനത്തോടു കൂടെ എടുത്ത് പിടിക്കും. അതിനുശേഷം സാറടയോട് പറയും, എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് ഭയങ്കര അഭിമാനമാണ്. ഇനി മുതൽ നീയാണ് ടീം 7ന്റെ ക്യാപ്റ്റൻ. മാത്രമല്ല പഴയതുപോലെ കൊനഹമാരു സെൻസായി അദ്ദേഹം നിങ്ങളുടെ ടീമിൽ ഇനി ഉണ്ടാവില്ല. നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് ടീമാണ്. മിഷൻസ് എല്ലാം തന്നെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. നീയായിരിക്കും നിങ്ങളുടെ ടീം അത് നയിക്കേണ്ടതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ സാറടയ്ക്ക് എന്തോ ഒരു വിഷമം. സമയം കഴിഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ മീറ്റ്സുകയും ബൊറൂട്ടോയും കാണാൻ അവരുടെ അടുത്തേക്ക് വരികയാണ്. ചില ഡോക്യുമെന്റ്സ് അവള് അവരുടെ കയ്യിൽ കൊടുക്കും. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ. സോ അതിനുള്ള ഡോക്യുമെന്റ്സ് ആണത്, അത് നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് പറയും. അതിന് മീറ്റ്സുകയും ബൊറൂട്ടോ ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ സൈൻ ചെയ്യുകയാണ്. അവള് പറയും, ഇനി മുതൽ നമ്മുടെ ടീമിൽ കൊനഹമാരു സെൻസായി ഇല്ല. അത് കേൾക്കുമ്പോൾ ബൊറൂട്ടോയ്ക്ക് അവന് ഒരുപാട് വിഷമം തോന്നും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ ചിയറപ്പ് ആവുകയാണ്. പക്ഷെ സാറുടെ ആണെങ്കിൽ കാര്യമായിട്ടൊന്നും സംസാരിക്കാതെ അങ്ങനെ മൂടിയായിട്ട് തന്നെ ഇരിക്കും. ഇതൊക്കെ ആണെങ്കിൽ സാറയുടെ മുഖം കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ഡെസ്പാവേണ്ട കാര്യമില്ല. ടീം എപ്പോഴും പഴയതുപോലെ തന്നെ ആയിരിക്കും. കൊനഹമാരു സെൻസായെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. വേണമെങ്കിൽ ഇപ്പൊ പോയി നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവർ 3 പേരും കൊനഹമാരു സെൻസായി അന്വേഷിച്ച് വരികയാണ്. പക്ഷേ എവിടെയും കാണാത്തതുകൊണ്ട് തന്നെ അവർ സായിയോട് ഇപ്പൊ കാര്യം തിരക്കും. അതിന് സായി പറയും, കൊനഹമാരുവിനെ അത്യാവശ്യമായി കാർഡ് മിഷന് വേണ്ടി ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ആള് തിരികെ എത്തുമെന്ന് പറയും. അവരുടെ ആണെങ്കിൽ വീണ്ടും ഒരുപാട് ഡൗൺ ആവും. കാരണം അടുത്ത ദിവസമാണ് അവരുടെ സെറിമണി നടക്കാൻ പോകുന്നത്. അവളുടെ മാസ്റ്റർ കൊനഹമാരുവെ ആ ഒരു സെറിമണിയിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവൾ ആ വിഷമത്തിൽ വീട്ടിലേക്ക് വന്ന് ഇപ്പൊ സാസുകയുടെ ഗ്രൂപ്പ് ഫോട്ടോ അത് നോക്കി അങ്ങനെ സാഡായിട്ടിരിക്കുകയാണ്. സാക്കുറയാണെങ്കിൽ കാര്യം അന്വേഷിക്കുകയും സാറുടെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ടൊന്നും മറുപടി പറയാതെ അങ്ങനെ കടന്നുപോയി ശോകമായിട്ടിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പോ സാസുക അവനാണെങ്കിൽ സാറുടെ അടുത്തേക്ക് വന്ന് കാര്യം അന്വേഷിക്കും. അവളാണെങ്കിൽ വിഷമം അത് സാസുകയോട് പറയാണ്. സാസുകയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ ആവശ്യമില്ലാതെ വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും കൊനഹമാരു മാസ്റ്റർ കാണാം. ആളോട് നിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. എന്ത് വേണമെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാം. അതിനൊന്നും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. അദ്ദേഹം ഇനി മുതൽ നിങ്ങളെ ഗൈഡ് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയവനാണ്. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനുശേഷമാണ് എന്റെ മാസ്റ്ററുമായിട്ട് കൂടുതൽ ബോണ്ടിങ് അതുണ്ടായെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്കൊരല്പ ആശ്വാസം. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജിന് എൻട്രൻസ് കാണിക്കും. അവൾ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റി അങ്ങനെ വീണ് കിടക്കുകയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ എന്റെ ഷോക്കായി ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫുഡ് ആണെങ്കിൽ ടെൻസ്ഡ് ആയിട്ട് ഇപ്പൊ സായിയോട് കാര്യം അന്വേഷിക്കും. അതിന് സായി പറയും, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മിറായെ. അവളെ രാവിലെ ഒരുപാട് പരുക്ക് പറ്റിയ നിലയിൽ ലീഫ് വില്ലേജിന്റെ എൻട്രൻസിൽ വെച്ച് കണ്ടെത്തി. അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊനഹമാരുവിനെ കുറിച്ച് യാതൊരു വിവരമില്ല എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് പേടി വർദ്ധിക്കും. ഇതാ ഇപ്പൊ ഏതോ ഒരു സ്ഥലം കാണിക്കും. അവിടെ കൊനഹമാരുവിനെ ആണെങ്കിൽ കൈയും കാലൊക്കെ കെട്ടിയിട്ട് ഒരു ഭാഗത്ത് കിടത്തി അവനെ അടിക്കുകയാണ്. ഈ ഒരു കൊള്ളക്കൂട്ടം കൊനഹമാരു തട്ടിക്കൊണ്ട് ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അച്ചറം പൊച്ചറം കൊനഹമാരു അടിച്ച് അവരാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊനഹമാരുവിൽ നിന്ന് അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മെയിൻ വില്ലൻ ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിന്റെ അടുത്തേക്ക് വരും. ലീഫ് വില്ലേജിലെ ഷിനോബികൾ ഇത്രയ്ക്കും വീക്കാണോ? നിന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെ ബോഡിയിൽ പോയിസൺ ഇഞ്ചെക്ട് ചെയ്ത് അവളെ ഞാൻ ലീഫ് വില്ലേജിൽ തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. അതിന് കൊനഹമാരു പറയും, ഒരിക്കലും ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ ജീവൻ നഷ്ടമാവില്ല. ലീഫ് വില്ലേജിലുള്ളവര് കഴിവും പവറും ഉള്ളവരാണ്. തീർച്ചയായിട്ടും അവരവളെ വീണ്ടെടുക്കുമെന്ന് പറയും. എനിക്ക് നന്നായിട്ട് അറിയാം നീ ഒരു റോക്ക് നിഞ്ചയാണെന്ന്. ടാസ് വില്ലേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട റോക്ക് നിഞ്ച, നീ ഇപ്പോ ഈ കൊള്ള സംഘത്തിന്റെ തലവനായി ജീവിക്കുന്നു അല്ലേ? അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സാക്കുറ അവളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മീറായുടെ ലൈഫ് അത് തിരികെ പിടിക്കുകയാണ്. ഒരു ഭാഗത്ത് ഷിക്കമരുവും സായും അവർ രണ്ടുപേരും ആ റോക്ക് നിഞ്ചയുടെ ഡീറ്റെയിൽസ് ഇപ്പൊ നറൂട്ടോയ്ക്ക് കൈമാറും. ഷിക്കമരു ആണെങ്കിൽ ചില കാര്യങ്ങൾ തീർത്തു പറയും. ആക്ച്വലി മിറായ്ക്ക് നല്ല രീതിയിൽ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. അവളുടെ ബോഡിയിൽ മുഴുവൻ ഒരുപാട് പോയിസൺ ഉണ്ടായിരുന്നു. കൊനഹമാരുവും നമ്മുടെ ക്ലയൻസും എല്ലാം ആ വില്ലന്മാരുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അവൾ കണ്ണു തുറന്ന് ഓക്കെ ആയതിനു ശേഷം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് ബാക്കപ്പിന് റീഎൻഫോഴ്സ്മെന്റിനു വേണ്ടി കുറച്ച് ആളുകളെ എത്രയും വേഗം അയക്കണമെന്ന് പറയും. അടുത്ത നിമിഷം ബൊറൂട്ടോ ടീം അവരാണെങ്കിൽ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ മാസ്റ്ററിനെ തിരികെ പിടിക്കാൻ റീഎൻഫോഴ്സ്മെന്റിന് പോവാൻ ഞങ്ങൾ തയ്യാറാണ്. ടീം 7 ഞങ്ങളാണ് ഇതിന് ഏറ്റവും ആപ്റ്റ്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഈ മിഷൻ തരണം. അത് കേട്ട് ഷിക്കമരു ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് അല്പനേരം ആലോചിക്കും. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കാതെ അവർക്ക് ഈ ഒരു മിഷൻ അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല, ഇതൊരു വലിയ മിഷനാണ്.
കൊനഹമാരു നിങ്ങളുടെ മാസ്റ്ററാണ്, പക്ഷേ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന മിഷൻ അത് വളരെ വലുതാണ്. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അത് കേട്ട് നമ്മുടെ ആൾക്കാരും ആവേശത്തോടു കൂടെ പുറത്തേക്ക് പോവാണ്. നറൂട്ടോ ആണെങ്കിൽ ഷിക്കമരുവിനോട് പറയും, ഇത് അവർക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അവരിത് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കും. അവർ ഉറപ്പായിട്ടും അവരുടെ ബെസ്റ്റ് കൊടുക്കും. കാരണം കൊനഹമാരു സെൻസായോ ആയിട്ടുള്ള അവരുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ലാസ്റ്റ് മിഷൻ അത് ഇതാണെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഏകദേശം ആ ഒരു വില്ലേജ് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി ആ വില്ലേജിലേക്ക് കടന്നു വരികയാണ്. അവർ കാണും ദൂരത്തായിട്ട് കൊനഹമാരു സെൻസായെയും ആള് കൊണ്ടുവന്ന ക്ലയൻസിനെയും കെട്ടിയിട്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ആ വില്ലന്മാരുടെ ആൾക്കാർ ആ ഗ്രാമത്തിലുള്ളവരെ തല്ലി ചതയ്ക്കുകയാണ്. അടിച്ചും ഇടിച്ചും ഭീഷണിപ്പെടുത്തിയും ഇവരുടെ ഇംഗിതത്തിന് അവർ നിർബന്ധപൂർവ്വം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആണെങ്കിൽ കൊനഹമാരുവെ തന്നെ നോക്കും. അപ്പോൾ കൊനഹമാരു ആണെങ്കിൽ മുകളിൽ ക്ലൈമറ്റ് തന്നെ നോക്കി നിൽക്കുകയാണ്. ക്ലൈമറ്റ് അത് പതിയെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ വില്ലന്മാര് കൊനഹമാരുവെ പിടിച്ചു വലിച്ച് പുറഞ്ച അടിക്കും. നിങ്ങളുടെ ഗ്രാമത്തിലെ സെക്യൂരിറ്റി സിസ്റ്റം അതിനെക്കുറിച്ച് മര്യാദയ്ക്ക് അവൾക്ക് പറഞ്ഞതാ, അല്ലെങ്കിൽ നിന്നെ തല്ലി കൊല്ലൂന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെ തല്ലി ചവിട്ടി അരയ്ക്കും. കൊനഹമാരു ആണെങ്കിൽ തീർത്ത് പറയും, നിങ്ങൾ എന്നെ തല്ലി കൊന്നാലും എൻ്റെ വായിൽ നിന്ന് ഒരു ഡീറ്റെയിൽസ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അവൻ വീണ്ടും മുകളിലേക്ക് നോക്കും. അങ്ങനെ പതിയെ ചേഞ്ച് ആവുകയാണ്. അതേസമയം ആ മെയിൻ വില്ലൻ ഇപ്പോൾ ആ ക്ലയൻസ് രണ്ടുപേരെയും പിടിച്ച് നിലത്തേക്ക് ചവിട്ടിയിടുകയാണ്. അതിനുശേഷം അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് കണ്ട് കൊനഹമാരു എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് കാല് തട്ടി നിലത്തേക്ക് വീഴും. അവരത് ആരാണെന്ന് നോക്കും. അവർക്ക് മനസ്സിലാവില്ല. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ബൊറൂട്ടോ. ആ വില്ലന്മാരാണെങ്കിൽ ബൊറൂട്ടോ പെണ്ണിനോട് നീ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കും. അതിന് ബൊറൂട്ടോ പെണ്ണ് പറയും, ഞാൻ ആക്ച്വലി എൻ്റെ വില്ലേജിലേക്ക് പോവുകയായിരുന്നു, വഴിതെറ്റി ഇവിടേക്ക് എത്തിപ്പെട്ടതാണ്. എന്നൊരു രാത്രി ഇവിടെ തങ്ങാൻ ഇടം തരണം. അത് കേൾക്കേണ്ട താമസം ആ വില്ലന്മാരാണെങ്കിൽ സ്നേഹത്തോടെ കാമത്തോടു കൂടെ അവനെ വിളിക്കുകയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്കിന്ന് അടിച്ചു പൊളിച്ച് ഇവിടെ കഴിയാന്ന് പറയും. പക്ഷെ ആ മെയിൻ വില്ലന് ബൊറൂട്ടോ പെണ്ണിനെ കാണുമ്പോൾ എന്തൊക്കെയോ ഡൗട്ട് തോന്നും. അടുത്ത നിമിഷം ബൊറൂട്ടോ അങ്ങനെ ടെററായിട്ട് ചിരിക്കും. അപ്പോഴേക്ക് സാരഡ അങ്ങനെ ചാടി വീണ് ആ മെയിൻ വില്ലന്റെ അസിസ്റ്റൻസിനെ അവരെ പുറഞ്ഞ് തല്ലുകയാണ്. അടുത്ത നിമിഷം ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ജിപ്സ് ബ്രേക്ക് ചെയ്ത് യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. കൊനഹമാരു സെൻസായി ആണെങ്കിൽ ബുക്കായി ബൊറൂട്ടോയും സാരഡയെ മാറി നോക്കും. അതിനുശേഷം ആ വില്ലന്മാരെ എല്ലാവരെയും തകർത്ത് കൊനഹമാരു സെൻസായെയും അതുപോലെ തന്നെ ക്ലയൻസിനെയും സേഫ് ആക്കി കൊണ്ടുവരികയാണ്. ആണെങ്കിൽ ഷോക്കായിട്ട് ചുറ്റും നോക്കും. ആ വില്ലന്മാർക്ക് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ? ബൊറൂട്ടോ ക്യാഷ്വലായിട്ട് പറയും, അവരെ എല്ലാവരെയും ഓൾറെഡി ഞങ്ങൾ തല്ലി കൊന്നുകളഞ്ഞു. അതിനുശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ മെയിൻ വില്ലന്മാരെ അടിച്ച് തൂഫാനാക്കി ഒരു ഭാഗത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ബൊറൂട്ടോയും സാരഡയും അവർ രണ്ടുപേരുടെ പവർ ഉപയോഗിച്ച് കൊനഹമാരുവെ അങ്ങനെ തൂക്കിയെടുത്ത് എറിയാണ്. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നത് ആ മെയിൻ വില്ലന് നേരെയാണ്. അവന്റെ ക്ലോസ് തന്നെ താമസം റസങ്ങൺ പവർ അതങ്ങനെ കയ്യിൽ ക്രിയേറ്റ് ചെയ്ത് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവന്റെ കൺട്രോൾ പോയി താഴെ വീഴും. പിന്നീട് മെയിൻ വില്ലന്മാരെ എല്ലാവരെയും കെട്ടി ഒരു ഭാഗത്തിടും. കൊനഹമാരുവിനാണെങ്കിൽ അവന്റെ ടീമിനെ ഓർത്ത് വളരെ സന്തോഷം. അവൻ ആ ടീമിനെ ടീം 7 ഇപ്പൊ സാരഡയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ജൂനിയൻസ് ആയ എല്ലാവരുടെയും സെറിമണി അത് ആഘോഷിക്കുകയാണ്. എല്ലാവരും ഒത്തിരി സന്തോഷത്തിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ ടീം 7 ഒരു അടിപൊളി ഫോട്ടോ എടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സാരഡയുടെ വീട്ടില് ടീം 7 ആ ഒരു ഫോട്ടോ അതങ്ങനെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.